ഷലോം സഹോദരരെ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾക്കിത് സുപരിചിതമായിരിക്കും അല്ലേ? അതായത് സഭ പഠിപ്പിച്ചിട്ടുള്ള 10 കൽപ്പനകളിൽ 3-ാമത്തെ കൽപ്പനയാണ് ഇതെന്ന് സഭയെ അനുകരിക്കുന്ന ഒരു സഭാ പൈതൽ പറയും. എന്നാൽ പുറപ്പാട് 20-ാം അധ്യായം വളരെ ഗൗരവത്തോടു കൂടി പഠിച്ച് ദൈവത്തോട് ഭയമുള്ള ഒരു ദൈവ പൈതലിന്, അതായത് സഭ അല്ല ദൈവമാണ് വലുത് എന്ന് മനസ്സിലാക്കി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന്, ദൈവത്തെ ഭയത്തോടും അതോടൊപ്പം തന്നെ സ്നേഹത്തോടും കൂടെ കാണുന്ന ഒരു ദൈവ പൈതലിന് ഇത് 4-ാം കൽപ്പനയാണ്. അതായത് ബൈബിളിൽ പുറപ്പാട് 20:10 ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യാനിയും മനസ്സിരുത്തി വായിച്ചു കാണില്ല. സഭ പഠിപ്പിച്ചിട്ടുള്ള 10 കൽപ്പന മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് അറിയുള്ളൂ. ഞാൻ എന്നാൽ ഇതിവിടെ വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് 20:10 ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. അതായത് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ അദോനയുടെ ശബത്ത് ആകുന്നു. യഹോവ എന്നാണ് ബൈബിളിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കില്ല. അപ്പം അതിന് പകരം നമ്മൾ അദോന എന്നാണ് പറയുന്നത്. ഇനി അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് അദോനായി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം അവിടുന്ന് സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് അദോനായി ആ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ സഭ ഈ 2-ാമത്തെ കൽപ്പന മുക്കിയത് കൊണ്ട്, അതായത് 2-ാമത്തെ കൽപ്പന വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയുന്നത്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒരു സ്വരൂപത്തിൻ്റെയും മുൻപിൽ വണങ്ങരുത്. ദൈവത്തിൻ്റെ ഒരു സ്വരൂപം ഉണ്ടാക്കി വെച്ചാലും അതിൻ്റെ മുമ്പിൽ വണങ്ങരുത് എന്നാണ് 2-ാമത്തെ കൽപ്പന. അത് സഭ മുക്കിക്കളഞ്ഞത് കൊണ്ടാണ് ഇത് 3-ാമത്തെ കൽപ്പനയായത്. പക്ഷേ ബൈബിളിൽ ഇത് എടുത്തു വായിച്ചിട്ടുണ്ടെങ്കിൽ 4-ാമത്തെ കൽപ്പനയാണ്. POC ബൈബിള് ശബത്തിനെ സാബത്ത് എന്നാണ് പറയാം. മാത്രമല്ല 7-ാം ദിവസം എന്ന് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയാണ് എന്ന് തെറ്റായി പഠിപ്പിച്ച് അത് കാരണം സാബത്ത് ഞായറാഴ്ചയാക്കി സഭ മാറ്റി, അതും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് എന്നൊക്കെ ആയിരിക്കും ഒരു പക്കാ ക്രിസ്ത്യാനിയുടെ മറുപടി. അല്ലയോ ക്രിസ്ത്യാനിയെ, ദൈവം നിന്നോട് പറഞ്ഞ ബൈബിള് മാറ്റി പഠിപ്പിച്ച സഭയെ ആണോ അതോ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിനക്കായി തന്ന കൽപ്പന, നിനക്കായി അനുഗ്രഹിച്ചു തന്ന ആ ദിവസം, ആ കൽപ്പന തന്ന നിന്റെ അപ്പനായ ദൈവമാണോ നിനക്ക് വലുത്? ഇനി 7-ാം ദിവസം ഞായറാഴ്ചയാണ് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. അവരോട് എന്ത് പറയാൻ? ബുദ്ധിയുള്ളവരായിട്ടൊന്ന് ചിന്തിച്ചാൽ അറ്റ്ലീസ്റ്റ് കലണ്ടർ നോക്കിയാലും സൺഡേ ആദ്യത്തെ ദിവസമാണ്, സാറ്റർഡേ 7th ദിവസമാണ്. ഈ നഴ്സറി കുട്ടികൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ പഠിക്കില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം 7-ാം ദിവസം സാറ്റർഡേ ആണെന്ന്, സൺഡേ 1-ാം ദിവസമാണെന്ന്. ഇനി ബൈബിളിൽ നിന്നുള്ള തെളിവ്. ഉൽപ്പത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും 1-ാം ദിവസം 2-ാം ദിവസം അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടി. അങ്ങനെ സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും ദൈവം നിവൃത്തനായത് കൊണ്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹീബ്രു ഭാഷ ദൈവത്തിൻ്റെ ഭാഷയാണെന്ന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹീബ്രുവിൽ സൺഡേ എന്ന് പറഞ്ഞാൽ യോം റിഷോൺ, മൺഡേ യോം ഷെനിൽ, യോം ശ്ലിഷി, അങ്ങനെ ചൊല്ലിയാൽ സാറ്റർഡേയെ യോം ഷബാത്ത് എന്നാണ് നമ്മൾ പറയുക. അതായത് 7-ാം ദിവസം ശനിയാഴ്ച എന്ന് ഹീബ്രുവിൽ ഷബാത്ത് എന്നാണ്. അപ്പോൾ യേശുവ എന്ന ഹീബ്രുവിലുള്ള പേര്, യേശുവ എന്ന ഹീബ്രുവിലുള്ള ശരിക്കുമുള്ള പേര്, ദൈവ മനുഷ്യനായി വന്നപ്പോൾ ഉണ്ടായിരുന്ന യഥാർത്ഥ പേര്
ഇതുപോലും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യേശു ക്രിസ്തു എന്നാക്കി അല്ലേ? അത് നമുക്കറിയാം. അങ്ങനെയാക്കിയവർ ഏഴാം ദിവസത്തെ ശനിയാഴ്ച അത് ഷബാത്തിനെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ശനിയാഴ്ച എന്നല്ല എഴുതണ്ടേ? ഹീബ്രുവിൽ ഉണ്ടായിരുന്ന യേശുവ എന്ന പേര് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ യേശു ക്രിസ്തു എന്നായി. അപ്പോൾ ഹീബ്രുവിൽ ഉണ്ടായിരുന്ന ഷബാത്ത്, ശനിയാഴ്ചയാണ് ഷബാത്ത് എന്ന് വിളിക്കുന്നത്, ശനിയാഴ്ചൻ്റെ പേരാണ് ഷബാത്ത്. അപ്പോൾ ഹീബ്രുവിലുള്ള ഷബാത്ത് എന്ന വേർഡ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശനിയാഴ്ച എന്ന് വരേണ്ടതല്ലേ? അങ്ങനെ എഴുതിയിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് മലയാളം ബൈബിളിൽ എങ്ങനെ വന്നേനെ? ശനിയാഴ്ച കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, ഇങ്ങനെ വന്നേനെ അല്ലേ? അപ്പോൾ ചിലതൊക്കെ മാറ്റുകയും ചിലത് അങ്ങനെ തന്നെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ സാത്താൻ്റെ പ്ലാനിങ് ഉണ്ട്, സാത്താൻ്റെ കൈകടത്തൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ മരണശേഷം സർവായുധങ്ങളും ക്രൂശിൽ വെച്ച് തോറ്റു പിന്മാറേണ്ടി വന്ന സാത്താന് പിന്നെ അവൻ്റെ ഈ വക്രബുദ്ധി മാത്രമേ തുണയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനു വേണ്ടി യേശുവായുടെയൊക്കെ മരണത്തിന് ശേഷം അവൻ ജനിപ്പിച്ചതാണ് രണ്ട് രീതിയിലൂടെ, ഇലുമിനാൽറ്റീസ് എന്ന വഴിയിലൂടെയും ഇസ്ലാം മതവും. ഈ രണ്ടായാലും സാത്താൻ തന്നെയാണ് ഭരിക്കുന്നത്. ഇതിൽ ഇലുമിനാൽറ്റീസ് ആണ് ക്രിസ്ത്യൻ സഭകളെ ഭരിക്കുന്നത് ഇൻഡയറക്റ്റ്ലി. കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് നമ്മളെ ഭരിക്കാൻ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി സഭ ഭരിക്കുന്നത് ഇലുമിനാൽറ്റീസ് ആണ്. ഇനി അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനിക്ക് ഒരു സംശയം വരാം. സാത്താൻ്റെ ഈ ഭരണം കഴിഞ്ഞതിന് ശേഷം സാത്താൻ തന്നെ ഭരിക്കുമ്പോഴാണ് യേശുവ ഒലിവുമലയിൽ വരിക. ആ നിമിഷത്തിലേക്കായിട്ടാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരു സംശയം വരും, എങ്ങനെയാണ് ഇലുമിനാലിറ്റീസ് ക്രിസ്ത്യൻ സഭയെ ഭരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് അത് ഷോർട്ടായിട്ട് ഞാൻ പറയാം. അതായത് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം. നമ്മുടെ വിഷയം ഇന്ന് അതല്ല, എങ്കിലും ഞാൻ ചെറുതായിട്ട് പറയാം. ശബാത്തിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ യേശുവായ്ക്ക് മുൻപ് 400 വർഷം പ്രവാചകന്മാരില്ലായിരുന്നു. ഇസ്രായേൽക്കാരെ നേർവഴിക്ക് നടത്താൻ പ്രവാചകന്മാരില്ലായിരുന്നു. എന്നിട്ട് 400 വർഷം കഴിഞ്ഞിട്ടാണ് സ്നാപക യോഹന്നാൻ്റെ വരവ്. അങ്ങനെ യേശുവായുടെ മരണശേഷം സാത്താൻ തോറ്റു അല്ലേ? AD 360 വരെയും ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം റിവീൽ ചെയ്യപ്പെട്ടിരുന്നു. യഹൂദന്മാർ കൂട്ടത്തോടെ യേശുവായെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി. നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 18-24 വായിച്ചാൽ അറിയാൻ പറ്റും. അവിടെ അപ്പോലാസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസോസിലെത്തി. കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു അവൻ. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അവൻ അറിയുള്ളൂ എങ്കിലും ആത്മാവിൽ എരിവുള്ളവനായിരുന്നതിനാൽ അവൻ യേശുവായുടെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത് പള്ളിയിൽ പ്രാഗൽഭ്യത്തോടു കൂടി പ്രസംഗിച്ചു തുടങ്ങി. നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ഉപദേശം കിട്ടി? ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവരായിരുന്നു. ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ചതല്ല അപ്പോലാസിന്. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവനെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മാർഗം സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് നമ്മൾ കാണാൻ സാധിക്കും, അവൻ ഓടി നടന്ന് യേശുവ തന്നെ ദൈവം എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ പരസ്യമായി യഹൂദന്മാരെ ഖണ്ഡിപ്പിച്ച് കളഞ്ഞ ഒരു അപ്പോലാസിനെയാണ് പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ അപ്പോലാസിന് ഉപദേശം കിട്ടിയത് നേരിട്ട് കർത്താവിൻ്റെ മാർഗത്തിൽ നിന്നായിരുന്നു, ശിഷ്യന്മാരിൽ നിന്നല്ല. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ എഴുന്നേൽക്കാൻ തുടങ്ങി യേശുവായുടെ ക്രൂശ് മരണത്തിന് ശേഷം. അപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകാൻ തുടങ്ങി തങ്ങൾ കുറ്റം വിധിച്ചത് യഥാർത്ഥ ദൈവത്തെ ആയിരുന്നു. അതായത് അന്നത്തെ രാഷ്ട്രീയത്തെ ആയിരുന്നു അത് ബാധിച്ചത്. കാരണം കുറ്റം വിധിച്ചത് യഹൂദനായിരുന്നാലും യേശുവായെ കൊന്നത് നമുക്കറിയാം, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, റോമൻ സാമ്രാജ്യമായിരുന്നു അല്ലേ? അപ്പോൾ യഹൂദന്മാർ കാത്തിരുന്ന അവരുടെ ദൈവത്തെ കൊന്നത് റോമൻ സാമ്രാജ്യമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അന്നുണ്ടായിരുന്ന ആ രാഷ്ട്രീയ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും എന്ന് പീലാത്തോസിനും മനസ്സിലായി.
പിന്നീട് യേശുവ തന്നെയാണ് തങ്ങൾ കാത്തിരുന്ന മശിയാഹ് എന്ന് കൂടുതൽ കൂടുതൽ യഹൂദന്മാരെ അറിയാൻ തുടങ്ങിയപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം, ആ കാലത്ത് ഇവർ യഹൂദന്മാരെ, യേശുവായെ തിരിച്ചറിഞ്ഞ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ക്രൂരമായി കൊന്നിട്ടും ഒരു മാറ്റമില്ല. സ്ട്രോങ് ആയിട്ട് യഹൂദന്മാർ യേശുവായെ പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഒരു ട്രിക്ക് ഇട്ടത് തൻ്റെ അമ്മയായ ഹെലീനയിലൂടെ. അന്ന് അവർ വിശ്വസിച്ചു പോന്ന നിമ്രോദ് എന്ന ദേവനെ യേശുവായായിട്ടും, ഈ നിമ്രോദിൻ്റെ അമ്മ എന്ന് വിശ്വസിക്കുന്നത് സമീറമിസ് എന്ന ഒരു ദേവതയായിരുന്നു, അതിനെ മറിയയായിട്ടും പകരം കൊണ്ടുവന്ന് കൺവെർട്ട് ചെയ്ത് തങ്ങളും യേശുവായിൽ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അത്തനേഷ്യസ് എന്ന ഒരു പുരോഹിതനിലൂടെ നിക്യ വിശ്വാസ പ്രമാണമുണ്ടാക്കി. ഇതൊക്കെ നമ്മൾക്ക് സെർച്ച് ചെയ്താൽ, ഗൂഗിളിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ഗൂഗിളിൽ വിശ്വസിക്കാൻ പറ്റില്ല, ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ വഴികളുണ്ട് അന്വേഷിക്കാനായിട്ട്, നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് ഭടന്മാർ ചെന്ന് കൂട്ടം കൂട്ടമായി എല്ലാവരെയും സ്നാനം മുക്കാൻ തുടങ്ങി, ക്രിസ്ത്യാനികളാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു പുതിയ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടത്. സാത്താൻ്റെ ആദ്യത്തെ കളിയായിരുന്നു അത്. പിന്നീട് ഈ നിക്യാവിശ്വാസ പ്രമാണത്തിൽ സമർത്ഥിച്ചിട്ടുള്ളതാണ് ഈ സഭയുണ്ടാക്കിയ, പിന്നീട് ഏറ്റെടുക്കുന്നതും റോമിൽ. അങ്ങനെ പിന്നെ സഭയുടെ രൂപാന്തരീകരണം വന്ന് ഇതൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഉത്ഭവം. രണ്ടാമത്തെ സാത്താൻ്റെ കളിയായിരുന്നു ഈ കൊതമതും കൂട്ടരും തൂറാനും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ സാത്താൻ്റെ കളിയായിരുന്നു ഇത്. അപ്പം ഇങ്ങനെ ഈ ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നതാണ് ഇന്നത്തെ സഭ. ഇന്ന് സഭയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും ഇലുമിനാലിറ്റീസിലെ അംഗങ്ങളാണ്. അത് ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രൂഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പല ചിത്രങ്ങളും, എന്തിന് ആ മാർപ്പാപ്പ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ എന്നു ഒരുപാട് പ്രൂഫുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സഭ ഇപ്പോൾ ഭരിക്കുന്നത് ഇലുമിനാലിറ്റീസാണ് ഇൻഡയറക്റ്റ്ലി. അപ്പോൾ AD 360 മുതൽ ഈ ദൈവിക മർമ്മങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇങ്ങനെ ചെയ്തേ പിന്നെ യേശുവായെ പറ്റിയുള്ള മർമ്മങ്ങൾ മറയ്ക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു, പ്രവാചകന്മാർ ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് വെളിപാട് 10:6 പറയുന്നത്, മറയ്ക്കപ്പെട്ടിരുന്ന ഈ മർമ്മം, ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം, അന്ത്യകാലത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ള ഈ മർമ്മം, 7ാം കാഹളം ഊതാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത്, അതായത് അന്ത്യകാലത്ത് തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ സത്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത്. മുൻപ് നമ്മുടെ പഴമക്കാർക്ക് ഇത് അറിയാതിരിക്കാനും കാരണം ഇതാണ്. ഇനി ശബാത്ത് പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിൽ അത് വേണ്ട എന്ന് പറയുന്നവർക്ക് വേണ്ടി, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ യേശുവ എല്ലാ യഹൂദ നിയമങ്ങളും കൽപ്പനയും 10 കൽപ്പനയും ഒക്കെ അനുസരിച്ച് ജീവിച്ചിരുന്നു എന്ന് തെളിവുണ്ട്. അനുസരിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? യേശുവ മരണശേഷം യേശുവായും ഒരുമിച്ച് ശബാത്ത് ആചരിച്ചിരുന്നു. യേശുവായുടെ മരണശേഷം ശിഷ്യന്മാരും ശബാത്ത് ആചരിച്ചിരുന്നു. അതിന് പ്രധാനമായ തെളിവാണ് നമ്മൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാ ശബത്തിലും ഈ യേശുവായുടെ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി സുവിശേഷം പ്രസംഗിച്ചിരുന്നു, ഒന്നിച്ചുകൂടി അപ്പം മുറിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഈ ശബത്തിലുള്ള സുവിശേഷ പ്രഘോഷണം നമുക്ക് ബൈബിളിൻ്റെ 10 കൽപ്പന കൊടുത്തത് മുതൽ ഒരു നിയമം പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 4:24 വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഏലീശായുടെയും ശൂനേംകാരിയുടെയും കഥ പറയുന്നുണ്ട്. അവിടെ ശൂലേംകാരിക്ക് മക്കളില്ലാതിരുന്ന അവൾക്ക് എലീശ പ്രാർത്ഥിച്ച് ഒരു മകനുണ്ടായി. ആ മകൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭാഗത്ത് പറയുന്നത് അവൾ ഭർത്താവിനോട് തൻ്റെ മകന് വേണ്ടിയിട്ട്
എൻ്റെ ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഭർത്താവിനോട് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ മകൻ മരിച്ചത് ഈ ഭർത്താവിന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് പതിവില്ലാതെ ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ ശബത്തിലും, അമാവാസിയിലെ എല്ലാ ശബത്തിലും ഏലിശായും പ്രസംഗിച്ചിരുന്നു, തൻ്റെ പതിവ് പോലെ പ്രസംഗിച്ചിരുന്നു. അവിടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശബത്തിൽ ദൈവവചനം പ്രസംഗിക്കുക എന്നത് ആദ്യം മുതലേ 10 കൽപ്പന കൊടുത്തിട്ടുള്ളപ്പോൾ മുതലേ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ലൂക്ക 4:16 വായിക്കുകയാണെങ്കിൽ യേശു ആ ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ യേശുവായും അത് പാലിച്ചിരുന്നു. ശബത്തിൽ പള്ളിയിൽ യേശുവായും ദൈവവചനം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പതിവായിരുന്നു എന്നാ അതിൽ കൊടുത്തേണ ശബത്തിലെ പ്രസംഗം. അപ്പോൾ ദൈവത്തിന് നിയമങ്ങൾക്ക് മാറ്റമില്ല. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. അപ്പൻ തൻ്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് മകനായി വന്നു എന്ന് കരുതി അപ്പനായി പറഞ്ഞപ്പോൾ അതെല്ലാം മാറ്റി, ഞാൻ മകനായി വന്നപ്പോൾ മാറ്റി പറയുമോ? ഇല്ലല്ലോ. അപ്പനായി പറഞ്ഞതെല്ലാം മകനായിട്ട് വരുമ്പോൾ മാറ്റി പറയില്ല. ഇനി നിങ്ങൾ പറയും പുതിയ നിയമത്തിൽ അതില്ല എന്ന് പറയൂ അല്ലേ? ഈ പുതിയ നിയമം ആർക്കാ കൊടുത്ത? യേശുവാ? യഹൂദർക്കല്ലേ? ക്രിസ്ത്യാനിക്ക് എന്നാണോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു പുതിയ നിയമം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത്. പുതിയ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അതായത് യേശു ആ ക്രൂശ് മരണത്തിലൂടെ തൻ്റെ മക്കളെ നിത്യമായി രക്ഷിച്ചു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലേ. അപ്പോൾ അവർക്ക് ഇനി മുതൽ, യഹൂദന്മാർക്ക് ഇനി മുതൽ പാപത്തിന് വേണ്ടി നിരന്തരമായി യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. യേശുവായുടെ ക്രൂശ് മരണത്തോടു കൂടി ആ യാഗാർപ്പണം അവസാനിച്ചു. ഈ അർത്ഥത്തിലാണ് ഒരു പുതിയ നിയമം എന്ന് ബൈബിളിൽ പറയുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന 10 കൽപ്പനയിൽ മാറ്റം വരുത്തി എന്നല്ല. അങ്ങനെയാണ് എങ്കിൽ യഹൂദർക്ക് കൊടുത്ത 10 കൽപ്പന പഴയ നിയമത്തിലല്ലേ? ഈ 10 കൽപ്പന ക്രിസ്ത്യാനി എന്തിന് പഠിക്കണം? ഇത് പറഞ്ഞിട്ട് എന്തിന് കുമ്പസാരിപ്പിക്കണം? ഓരോ കൽപ്പനയും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കുമ്പസാരിപ്പിക്കണം എന്നാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനെടുക്കണം? പഴയ നിയമത്തിലല്ലേ 10 കൽപ്പന. അപ്പോൾ ആവശ്യമുള്ളത് തങ്ങൾ എടുക്കുകയും ആവശ്യമില്ലാത്തത് മാറ്റി പറയാനും സഭയ്ക്ക് സാധിക്കും. ദശാംശം പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് പോകും അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറ്റി, പ്രമാണം വരെ മാറ്റി ഒരു പുതിയ നിയമം ഉണ്ടാക്കാനായിട്ട് ദൈവദാസന്മാർക്ക്, പാസ്റ്റർമാർക്ക്, സഭയ്ക്ക് പറ്റി. നിയമം മാറ്റാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും ഒഴിയുന്നത് വരെ നിയമത്തിന് മാറ്റമില്ല എന്ന യേശുവ പറഞ്ഞത്, പഠിപ്പിച്ചത്. എന്തിനധികം 5 കോടതിയിൽ നമ്മുടെ യേശുവായെ വിചാരണ ചെയ്തു ഇല്ലേ? എന്തിനാ? അവിടെയൊക്കെ പരീക്ഷമാരും ശാസ്ത്രികളും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വക്കീലന്മാർ, വേദശാസ്ത്രി എന്ന് പറയുന്നത്. അതായത് ഈ കൽപ്പനയെക്കുറിച്ചും യഹൂദ നിയമങ്ങളെക്കുറിച്ചും അരച്ച് കലക്കി കുടിച്ച വക്കീലന്മാരാണ് യേശുവായെ വിചാരണ ചെയ്തത് അല്ലേ? അപ്പം ഈ ലോയേഴ്സ് യേശുവായുടെ മുൻപിൽ അല്ലെങ്കിൽ യേശുവായുടെ മേൽ ചുമത്തിയ കുറ്റം എന്തായിരുന്നു? അവൻ ഞങ്ങളുടെ നിയമങ്ങളെ മാറ്റി പഠിപ്പിക്കുന്നു എന്നായിരുന്നു. അതായിരുന്നു യേശുവായുടെ ഒരു കുറ്റം എന്നത്. എന്നാൽ ഈ 5 കോടതിയിലും ഈ വക്കീലന്മാർക്ക് അത് തെളിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞത് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. അപ്പം മനസ്സിലായി. അപ്പം അതൊന്നും തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു തെറ്റല്ല പഠിപ്പിച്ചേ, ശബാത്ത് ആചരിക്കണം എന്ന് തന്നെയാണ് യേശുവ പഠിപ്പിച്ചേ, അല്ലാണ്ട് അതൊന്നും മാറ്റി പഠിപ്പിച്ചതല്ല യേശുവ. ഇപ്പോഴും നിങ്ങൾ ക്രിസ്ത്യാനികൾ യേശുവ ശബത്ത് ആചരിച്ചിരുന്നില്ല എന്ന് വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വീണ്ടും കുറ്റം ചുമത്തല് ചെയ്യുന്ന യേശുവായെ. അന്ന് 5 കോടതിയിലും തെളിയിക്കാൻ പറ്റാത്ത കുറ്റം വീണ്ടും യേശുവായുടെ മേൽ കെട്ടി ചുമത്തി വെക്കുകയാണ് ക്രിസ്ത്യാനി. യേശുവ ശബത്ത് ആചരിച്ചിട്ടില്ല, നിങ്ങൾ ഇനി ആചരിക്കണ്ട എന്ന് പറയുകയാണ് എങ്കിൽ, ഇനി ഞാൻ ശബാത്തിൻ്റെയും കർത്താവാണ് എന്ന് പറഞ്ഞത് ശരിയല്ലേ? അതൊന്ന് ചിന്തിച്ചു നോക്കി. ദൈവം 7-ാം ദിവസം സൃഷ്ടിച്ച സൃഷ്ടിയാണ് ശബാത്ത്.
അപ്പം അതുകൊണ്ട് ശബാത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബാത്തിന് വേണ്ടിയല്ല എന്ന് യേശുവ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ശബാത്ത് മനുഷ്യന് വിശ്രമിക്കാനായി ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ്, അല്ലാതെ ശബാത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഇതൊക്കെ അർത്ഥം മാറ്റി പഠിപ്പിച്ച് പുതിയ നിയമത്തിൽ ശബാത്ത് വേണ്ട എന്ന് ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു. ഇനി അത് യഹൂദന്മാർക്കല്ലേ, ക്രിസ്ത്യാനികൾക്കല്ല, നമ്മൾ ജാതികളല്ലേ എന്ന് ചോദിക്കുന്നവരോട്, പല പല വിഭാഗത്തിലുള്ള ജനങ്ങളാണ് ഈ ശബാത്തിനെ എതിർക്കുന്നവർ. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് യേശയ്യ 56:3 അന്യജാതിക്കാരനോട് ദൈവം പറയുകയാണ്, എൻ്റെ ശബാത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന അന്യജാതിക്കാരാ, നിന്നെ എൻ്റെ ജനത്തിൽ നിന്ന് അശേഷം ഞാൻ വേർപെടുത്തില്ല, എൻ്റെ മക്കളുടെ അവകാശം ഞാൻ നിങ്ങൾക്ക് തരും. കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിനോട് ഒട്ടിച്ചേർത്ത് വെക്കുന്ന കർത്താവ് പറഞ്ഞേക്കുന്നേ. അപ്പം അന്യജാതിക്കാരനോടാണ് ദൈവം പറഞ്ഞത്, നീ ശബാത്ത് ആചരിച്ചാൽ നിനക്ക് ഞാൻ എന്തൊക്കെ തരുമെന്നുള്ള ഓഫറാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് അന്യജാതിക്കാരനോട്. അപ്പോൾ നമ്മൾ ജാതികളായ നമ്മൾക്കും ബാധ്യതയുണ്ട് ശബാത്ത് ആചരിക്കാൻ. ഇനി യേശയ്യ 66:22 നിത്യതയോളമുള്ളതാണ് ശബാത്ത്. അപ്പം ഇന്ന് ശബാത്ത് ആചരിക്കാത്ത ക്രിസ്ത്യാനി ഈ നിത്യതയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ നിയമമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഹെബ്രായർക്ക് ലേഖനം 4:9 ദൈവജനത്തിന് ഒരു ശബാത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. ഇത് പൗലോസ്ലീഹായിലൂടെ പുതിയ നിയമത്തിൽ ദൈവം അരുളിച്ചതാണ്. ഇത് പുതിയ നിയമമല്ലേ, പഴയ നിയമമല്ലല്ലോ. അപ്പം മരണശേഷം നിത്യരാജ്യത്തിൽ എല്ലാ ശബാത്തിനും അമാവാസിക്കും നമ്മൾ നരകത്തിയിൽ കിടക്കുന്നവരെ കാണാനായിട്ട് ദൈവമക്കൾക്കൊരു അവസരമുണ്ടെന്ന് തിരുവചനം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ മരണശേഷവും ശബാത്തിന് പ്രത്യേകതയില്ലേ? ഇനി വെളിപാട് 14:12 ദൈവകൽപ്പനയിലും യേശുവായിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇത് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയണത്, ഈ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം ഇവിടെ പറയുന്നത് ദൈവകൽപ്പന 10 പാലിക്കുന്നവരെ കുറിച്ചാണ്, അല്ലാതെ ശബാത്ത് മാറ്റി വെച്ചിട്ട് വിഗ്രഹാരാധന മാറ്റി വെച്ചിട്ട് 9, 8 പാലിക്കുന്നവരെ കുറിച്ചല്ല. ചിലർ പറയും കൊളോസർക്ക് എഴുതിയ ലേഖനത്തിൽ 2:16 പറയുന്നുണ്ടല്ലോ, യേശു ആ ക്രൂശിൽ മരിച്ചത് കൊണ്ട് ശബത്തിൻ്റെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കില്ല, അപ്പം നിങ്ങൾ ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പറയുന്നവരുണ്ടല്ലേ. എന്നാൽ ശരിക്കും അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ? ഒന്നുകൂടി ഞാനത് ബൈബിളിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതായത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ. അതും കൂടെ അതിൻ്റെ ബാക്കിൽ പറയുന്നുണ്ട്. അതായത് ഇവയൊന്നും ആചരിച്ചില്ല എന്ന് നിങ്ങളെപ്പറ്റി ആരും കുറ്റം പറയാതിരിക്കട്ടെ എന്ന് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്? ശബാത്ത് ആചരിക്കണമെന്നാണ്. അതിൻ്റെ അടിയിൽ പറയുന്ന വാക്ക് എന്താണ്? ഇവ വരുവാനിരിക്കുന്നതിൻ്റെ നിഴലാണെന്ന്. കാരണം വരുവാനിരിക്കുന്നതിന് നിഴലാണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വരുവാനിരിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. അതായത് നിത്യകാലത്തിൽ ഒറിജിനലായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ നിഴൽ മാത്രമാണ് ഇപ്പോൾ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ശബാത്ത് നമ്മൾ ആചരിക്കണ്ടേ? ഇനി അപ്പോൾ ശബാത്ത് അത് സാത്താന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇത് ആചരിക്കാതിരിപ്പിക്കാനായിട്ട് അവൻ വചനം കൊണ്ടാണ് വരുന്നത്. വചനം വളച്ചൊടിച്ച് നമ്മളെ പഠിപ്പിച്ചു. ഈ അവസാന കാലത്ത് സാത്താൻ വരുന്നത് വചനം എടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവനെ നേരിടേണ്ടതും വചനം കൊണ്ടായിരിക്കണം, വചനം എന്ന വാള് കൊണ്ടായിരിക്കണം. പക്ഷേ വിശ്വാസമായിരിക്കണം നമ്മുടെ പരിച. അതുകൊണ്ട് നമ്മൾ ശബാത്ത് ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ചുറ്റുമുള്ളവരെല്ലാവരും സാത്താൻ മക്കളെല്ലാവർക്കും വിറയലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശബാത്ത് ആചരിക്കുമ്പോൾ. കൽപ്പനകളിൽ 9 പാലിച്ചിട്ടും 1 തെറ്റിച്ചാൽ 10 തെറ്റിയതിന് തുല്യമെന്ന വചനത്തിൽ പറയണേ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ക്രിസ്ത്യാനിയെ കർത്താവിൻ്റെ ദിവസം ഏതാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും? ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. കർത്താവിൻ്റെ ദിവസം ശനിയാഴ്ചയാണ്. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം 6 PM
6 മുതൽ സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ. കാരണം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യാസ്തമയത്തിൽ നിന്നാണ്. ഉൽപ്പത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്ധ്യയായി, ഉഷസ്സായി, അങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും, പ്രഭാതമായി എന്നൊക്കെ. അപ്പോൾ സന്ധ്യയിൽ നിന്നാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്, അല്ലാതെ വെളുപ്പിന് 12 മണിക്ക് അല്ല. അപ്പോൾ ശനിയാഴ്ചയാണ് ശബാത്ത്. അപ്പോൾ പരിശുദ്ധമായി ആചരിക്കേണ്ട കർത്താവിൻ്റെ ദിവസവും ശനിയാഴ്ചയാണ്. ഇനി ഈ സഭ എന്ത് മാറ്റി പഠിപ്പിച്ചെന്ന് ഞാനൊരു ദിവസം ഒരു ദൈവദാസനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറയാണ്, അതിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് വിശ്രമിച്ചാൽ മതില്ലേ, അതിപ്പോൾ ശനിയാഴ്ച ആയാൽ എന്താണ്, ഞായറാഴ്ച ആയാൽ എന്താണ്. എനിക്കത് കേട്ടപ്പോൾ എന്താ പറയുക, ചിരിയാണ് വന്നത്. ഇവൻ്റെയൊക്കെ തന്തയെ മാറ്റി പറഞ്ഞാലും അവനൊരു കുഴപ്പം കാണില്ല. അവൻ പറയേ, എനിക്ക് തന്ത ഉണ്ടല്ലോ എന്നായിരിക്കും അവൻ്റെ മറുപടി. തന്ത ഉണ്ടായാൽ മതിയല്ലോ എന്നായിരിക്കും അവൻ്റെ മറുപടി. അല്ലാതെ തന്ത മാറ്റണമെന്നൊന്നും അവന് പ്രശ്നമേ അല്ല. പക്ഷേ ശബാത്ത് ആചരിക്കുന്ന ഞങ്ങളുടെ തന്ത മാറില്ല. ഞങ്ങളുടെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയവർ ശനിയാഴ്ചയാണ് ശബാത്ത് ആചരിക്കേണ്ടത്, അല്ലാതെ സൺഡേ, സൂര്യൻ്റെ ദിവസം 1-ാം ദിവസം അല്ല. ശബാത്ത് എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നൊക്കെ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശനിയാഴ്ച ശബാത്ത് ആചരിക്കണം. നിങ്ങൾ സഭാ പൈതലാകാൻ ശ്രമിക്കാതെ ദൈവ പൈതലാകാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും കണ്ണ് തുറക്ക്. യേശുവായുടെ കാലത്ത് നിങ്ങൾക്കത് ബൈബിളിൽ സ്ട്രെസ് ചെയ്ത് യേശുവ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ആവശ്യം അന്ന് ഇല്ലായിരുന്നു. കാരണം അത്ര കഠിനമായിട്ടാണ് അന്ന് അവർ ശബാത്ത് ആചരിച്ചിരുന്നത്. നമുക്കത് പല ഇടങ്ങളിലും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നന്മ പ്രവർത്തികൾ പോലും ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യേശുവായെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ യേശുവായെ പോലും കുറ്റം പറയാൻ കാരണം ശബാത്തിന് അതൊന്നും ചെയ്യരുതെന്ന് അത്ര കഠിനമായിട്ടാണ് അവരത് ആചരിച്ചു പോകുന്നത്. അപ്പോൾ അവരോട് യേശുവായ്ക്ക് ശബാത്ത് നീ ആചരിക്കണമെന്ന് സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാവശ്യം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ യേശുവ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? ശബാത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം, രോഗികളെ സുഖപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണ് യേശുവ അവരെ പഠിപ്പിച്ച് വ്യത്യസ്തമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ക്രിസ്ത്യാനി ഇതെല്ലാം മാറ്റി പഠിപ്പിച്ചു. ശബാത്ത് യഹൂദന്മാർക്കുള്ളതാണ്, ക്രിസ്ത്യാനികൾ ഇത് ആചരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ക്രിസ്ത്യാനിയെ ഒന്നോർത്തോ, ശബാത്ത് ആചരിക്കാത്ത ഒരുത്തൻ പോലും നിത്യരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അത് നിശ്ചയമുള്ള കാര്യമാണ്. നിത്യരാജ്യത്തെ വിശ്വസിക്കുന്നവർക്കുള്ളതാണത്. ഈ ഒരു രാജ്യം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതല്ല. എന്തുകൊണ്ടാണ് ഈ കാലത്ത് ആത്മഹത്യകൾ പെരുകുന്നേ? കാരണം എന്താ? അവരുടെ ലോകം ഈ രാജ്യത്തിൽ ഇപ്പം ലവ് ഫെയിലിയർ. അപ്പം അവരുടെ ലോകം ആ സ്നേഹം ആയിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറവ്. അപ്പം അവരുടെ ലോകം എന്തായിരുന്നു? പഠനമായിരുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ അവഗണിച്ചു. അപ്പോൾ അവരുടെ ലോകം എന്താണ്? മാതാപിതാക്കളായിരുന്നു. മക്കൾ അവരെ അവഗണിച്ച മക്കൾ. അപ്പം ഇങ്ങനെ ഈ ലോകത്തിലുള്ള ഓരോന്നിനെയും ഞങ്ങളുടെ ലോകം എന്ന് സ്വന്തമായി കണക്കാക്കുന്നവർക്കാണ് ആ ലോകം അവസാനിച്ച് കഴിയുമ്പോൾ അവർക്ക് മരിക്കണമെന്ന് തോന്നുന്നത്. നിത്യരാജ്യത്തെക്കുറിച്ച് അറിയുന്നവർക്ക്, ഞങ്ങൾക്കിനി മരണശേഷം ഒരു ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ഒരു ഇതൊന്നും ആർക്കുമില്ല. ഈ ലോകത്തോടു കൂടി അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ പുതിയ തലമുറ മുഴുവൻ എന്നും തന്നെ പറയാം. ഒരു പക്ഷേ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് ഓടി നടക്കുകയാണല്ലേ, ഉദരപൂരണത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലേ. നിങ്ങൾ ഒന്ന് ചിന്തിക്കേ, നിങ്ങളുടെ ആത്മാവിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണം, നമ്മുടെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തണം. ചിലർ ഭക്ഷണം പോലും കഴിക്കാണ്ട് എന്താ പറയുക, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പോകാൻ പറ്റാതെ ഓടി നടന്ന് തൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പണം ഒക്കെ മോഹിച്ച് ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കണേ. അപ്പം ആദ്യം നമ്മുടെ ആത്മാവിന് ഫുഡ് കൊടുക്കണം, പിന്നെ നമ്മൾ ഫുഡ് എടുക്കണമെന്നേ. എങ്കിലേ നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കാനുള്ള ആ ഒരു ശേഷി കിട്ടുള്ളൂ.
അപ്പം മാനസികമായും ശാരീരികമായും നമ്മൾ സെൽഫ് ഹാപ്പിനെസ് കണ്ടെത്തണം. അതെത്ര തിരക്കുള്ള ആരായാലും, എങ്കിലേ നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റൂ, കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റൂ. അതിനും അടുത്ത സ്ഥാനം കൊടുക്കണം കുടുംബത്തിന്. എന്നിട്ടേ ജോലിക്ക് നെക്സ്റ്റ് സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആത്മാവിന് ഫുഡ് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നിർത്താണ്. അപ്പോൾ ശബാത്തിനെ പറ്റിയാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന ആചരിക്കുന്ന ക്രിസ്ത്യാനിയെ, കർത്താവിൻ്റെ ദിവസം എന്നത് ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയാണ്. ക്രിസ്ത്യാനി എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവർ അവരവരുടെ വഴിക്ക് പോവുക. അപ്പോൾ ഞാൻ നിർത്താണ്. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് ബിവാകഷ, അതായത് പ്ലീസ്, ദയവായി എന്നാണ് അർത്ഥം. സ്പെല്ലിങ് BEVAKASHA, ബിവാകഷ, പ്ലീസ്, ദയവായി. അപ്പോൾ എന്നെ കേട്ട എല്ലാ സഹോദരങ്ങൾക്കും തോദാ റബ്ബ തോദാ.